ഹായ് കൂട്ടുകാരെ, ഇതെന്റെ ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. 2015 മുതൽ 2026 ദുഃഖ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങള്, മാസങ്ങള്, വർഷങ്ങള്, ആ ലൈഫ് എന്റെ ബ്രെയിനിൽ ഇല്ല കേട്ടോ. ഇപ്പൊ ഇത് നമ്മുടെ ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. ഇവിടെ ഞാനും അശ്വിനും നമ്മുടെ പെറ്റ്സും നിങ്ങളെ പോലെയുള്ള നല്ല സബ്സ്ക്രൈബേഴ്സും എന്റെ കുറച്ച് നല്ല ബന്ധുക്കളും നമ്മുടെ വീടും മാത്രമുള്ള ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ദിവസമാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു, ആലിപ്പഴമൊക്കെ വീണു. അന്ന് പക്ഷെ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നമുക്കൊന്ന് ഡിന്നർ കഴിക്കാൻ പോകാന്ന് ഞാൻ പ്ലാൻ ഇട്ട ദിവസമാണ് കേട്ടോ. ഇൻട്രോ ഒക്കെ എടുത്തു, പക്ഷെ വോയിസ് അതിൽ പിടിച്ചില്ല. ഇതാണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. ഇതിന്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടോളൂ. നല്ല കോട്ടന്റെ ആണ് ഈ പലാസോ. അത്ര അങ്ങനെ ഞൊറിയൊന്നുമില്ല, പക്ഷെ നല്ല കോട്ടന്റെ ആണ്. അതുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല കംഫർട്ടാണ്, നല്ലതാണ്. വലിയ പൈസയില്ല. ടോപ്പിനും അതാണെങ്കിലും അതെ, വലിയ റേറ്റ് ഇല്ല. എന്നാ വായോ നമുക്ക് പോകാം. അതിന് വലിയ ഹിറ്റാവോ ഈ പ്രാവശ്യം? എന്തോ കഥ അത്ര സ്ട്രോങ് ആയിരിക്കണം. ഇനി രണ്ടാമതൊക്കെ നല്ല രസം. ഫസ്റ്റിനെക്കാട്ട് കുറച്ചും കൂടെ ത്രില്ലിങ്. രണ്ടാമത്തെ നല്ല രസമുണ്ട്, പക്ഷെ അതിലും നല്ല ത്രില്ലിങ് ആയിരിക്കും തേർഡ്. കാരണം ഇനി ഇതിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ട്വിസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ഒരു കഥയെങ്കിലാവുള്ളൂ. അത് ഒരു സാഡ് എൻഡിങ് എന്ന് പറഞ്ഞത് പിടി കൊടുക്കുന്ന രീതി. ദൃശ്യം 3 സിനിമയെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ കൂട്ടുകാരെ, അശ്വിൻ പിന്നെ നമ്മുടെ അഞ്ചുകുട്ടി, ഈ രണ്ടുപേരെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്നുണ്ടാ ഇവര് ഫ്ലൈറ്റ് ആണോ പറപ്പിക്കുന്നത് തോന്നുന്നു. നമ്മളൊരു കരുണക്കൊന്തയൊക്കെ ചൊല്ലിയിരിക്കുന്നതായിരിക്കും ബെറ്റർ, എത്ര പറഞ്ഞാലും. വേറെ ഏത് ഫിലിമുള്ള ഇനി അല്ലാതെ സൂര്യന്റെ കത്തന കടമറ്റത്ത് കത്തന, അതെനിക്കൊന്ന് കാണും. അനുഷ്ക ഷെട്ടിയാണല്ലോ നായിക. അത് മാത്രല്ല OTT-കാരെടുക്കുമ്പോ നല്ല പൈസ. അപ്പൊ 40 ലക്ഷം ഓൾറെഡി അങ്ങനെ കിട്ടും തോന്നുന്നു. 40 ലക്ഷം ഒന്നുമല്ല, 40 കോടിയൊക്കെ ആദ്യമേ അങ്ങനെ 10, 20, 30 കോടി അത് കിട്ടും. പിന്നെ സാറ്റലൈറ്റ് കൊടുക്കും ചാനലുകാരല്ലേ. ചാനലുകാര് എല്ലാരും TV ഫോണ് കാണുമല്ലോ. ഈവൻ ഏഷ്യാനെറ്റ് ഒക്കെ ഇപ്പൊ സ്ട്രീമിംഗ് ആയതുകൊണ്ട് അവർക്ക് ആ പൈസ കിട്ടും. സ്ട്രീമിംഗ് തന്നെ ഹോട്ട്സ്റ്റാറിന്റെ. ഈ ഫോണിലേക്ക് എന്റെ ഒറിജിനൽ ചാനൽ ഒന്നാക്കി തന്നെ എനിക്ക് ദിൽപോട്ട് എന്ന പേരുള്ള ഈ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ ആയിട്ടോ. ഇതുവരെ എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് അതിനുള്ള സമയമായി. അപ്പൊ നമ്മൾ നേരെ ഷോപ്പിംഗും ഉണ്ട്, ആ കൂടെ ഇങ്ങോട്ടേക്കും വരാം. അപ്പം അശ്വൻ കൊച്ച് താഴെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോയി. നമുക്കിനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാം. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കിനി ഉള്ളിൽ എങ്ങനെയുണ്ട്, പുതിയൊരു റെസ്റ്റോറന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലല്ലേ, എങ്ങനെയുണ്ട്, എന്താ ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. ഷവായി ചിക്കനൊക്കെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. അങ്ങനെ പുതിയ പുതിയ റെസ്റ്റോറന്റിൽ പോകുന്ന എനിക്ക് ഭയങ്കര ഹരവാട്ടോ. നല്ല രസമല്ലേ, നല്ല തിരക്കായിരുന്നു കേട്ടോ ഉള്ളിൽ കയറിയപ്പോ. പക്ഷെ നല്ല ആംബിയൻസ്, നല്ലൊരു കളർ കോമ്പിനേഷൻ. ഓക്കെ എന്റെ ഒരു സ്ഥിരം സ്വഭാവമാണ് ഇതുപോലെ മെനു ബുക്ക് ഒക്കെ ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കും. അത് കഴിയുമ്പോൾ എനിക്ക് അതിൽ എന്ത് മേടിക്കണമെന്ന് ഫുൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് പതുക്കെ പമ്മി ഇരുന്നിട്ട് ചുറ്റുമുള്ളവർ എന്ത് കഴിക്കുന്നു, ടിപ്പിക്കൽ മലയാളീസ് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞാനും ചെയ്യുന്നത്. ചുറ്റുമുള്ളവർക്ക് എന്ത് കഴിക്കുന്നു, എന്തൊക്കെയാന്നുള്ളത് ഒബ്സർവ് ചെയ്യും. അപ്പൊ അതിൽ എനിക്ക് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ആർക്കെങ്കിലും വിളമ്പെന്ന് കാണും. അപ്പൊ ഞാൻ പതുക്കെ എന്റെ കൂടെയുള്ളവരെ അത് കാണിച്ചു കൊടുക്കും. അതെന്താന്ന്. പിന്നെ അശ്വിനാണെങ്കിൽ അവരോട് വിളിച്ചിട്ട് ചിലപ്പോൾ അവരോട് ചോദിക്കും, അല്ലെങ്കിൽ കണ്ടുപിടിക്കും എന്താന്നുള്ളത്. എന്നിട്ട് പിന്നെ ഞാൻ അത് എനിക്ക് മനസ്സിലാവും. അപ്പൊ അതൊരു ഇഷ്ടം തോന്നും. അപ്പൊ എനിക്ക് ആ സെയിം മതി. എങ്ങനെയൊക്കെയാണ് എന്റെ ഒരു കാര്യം കേട്ടോ. അല്ലാതെ ആ മെനു ബുക്ക് എത്ര നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാം കൺഫ്യൂഷൻ ആവും ഇതിലേത് മേടിക്കണമെന്ന്. അശ്വിൻ കൊച്ചു പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇരുന്ന 10ാം ക്ലാസ്സിൽ എക്സാം പഠിക്കുമ്പോൾ ഓരോ മൊത്തം ബുക്ക് പഠിക്കും. എന്നിട്ട് ലാസ്റ്റ് അവരോട് പറയും പൊറോട്ട ഉണ്ട് ചേട്ടാന്ന് ചോദിക്കും. ഓക്കെ ഉണ്ട്, പൊറോട്ട ബീഫും അത് പറയും. ഇല്ലെങ്കിൽ പിന്നെ നേരെ മന്തി, ചിക്കൻ മന്തി പറയും. ഈ ബുക്ക് മുഴുവൻ പഠിച്ചിട്ടാവും പറയുന്നത് ഇത്. അപ്പം ഞാൻ അതിനു വേണ്ടി ശ്രമിക്കത്തില്ല. കുറച്ചു നേരം ബുക്ക് മറിച്ച് നോക്കിയിട്ട് നേരെ ഞാൻ ചുറ്റുമുള്ളവരുടെ വായി നോക്കി എന്തെങ്കിലും കണ്ടുപിടിക്കും. അങ്ങനെയാണ് എന്റെ കാര്യം. ഇതെന്റെ ഡ്രീം ലൈഫാണ് കൂട്ടുകാരെ. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ഒരു ജീവിതമാണ് ഞാൻ ഇപ്പോ ഈ ഒരു ദിവസങ്ങളിലൊക്കെ ജീവിക്കുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ദൈവം എല്ലാവർക്കും, ഏത് മനുഷ്യനും ഒരു ചാൻസ് തരും അല്ലെ. ആ ചാൻസിൽ പിടിച്ച് നമ്മൾ കയറണം. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ. അങ്ങനെ ഒരു ചാൻസിലാണ് ഞാൻ സൗദി അറേബ്യയിൽ എത്തിപ്പെട്ട. ഈ ഒരു വയനാട്ടിലെ ഒരു കുഗ്രാമത്തിൽ കിടക്കുന്ന എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയത് അത്ര
വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതെനിക്ക് ദൈവം തന്ന ഒരു ചാൻസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ചാൻസിനെ പിടിച്ച് നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക, മാക്സിമം നമ്മൾ ആ ചാൻസ് ഉപയോഗിക്കുക. അതിനുശേഷം നേടാവുന്നതെല്ലാം നേടി പിന്നെ നമുക്ക് വയ്യ അല്ലെങ്കിൽ മടുത്തു ആ ഒരു സമയത്ത് നമ്മൾ റിലാക്സ് ആയിട്ട് ഒത്തിരി സമാധാനത്തോടെ ഇങ്ങനെയുള്ള ഒരു ജീവിതം, പ്രശ്നങ്ങളോ വഴക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടേതായ ഒരു സ്വർഗം, നമ്മുടെ ചുറ്റും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മനുഷ്യര്, നല്ല ചിന്തകള്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ജീവിതം. അത് ബാക്കിയുള്ള സമയം റെസ്റ്റ് എടുക്കും പോലെ, പക്ഷെ ജോലിയുടെ കാര്യത്തിലല്ല പറയുന്നത്, മാനസികമായിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ജീവിച്ച് മരിക്കുക. അതാണ് എൻ്റെ ഒരു ഡ്രീം, അതാണ് എൻ്റെ ഒരു സ്വപ്നം. ആ ഒരു സ്വപ്നത്തിലാണ് ഞാൻ ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. ഇതേപോലെയുള്ള വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുറച്ചൊരു തണുപ്പുള്ള അന്തരീക്ഷം, അവിടെ നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് റിലാക്സ്ഡ് ആയിട്ട് നല്ല വൃത്തിയുള്ള റെസ്റ്റോറന്റ്, അവിടെ നിറയെ മനുഷ്യര്, അതിന്റെ ഇടയ്ക്ക് നല്ല ടേസ്റ്റി ഫുഡ്, അങ്ങനെയൊക്കെ കഴിച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ തിരക്ക് കുറഞ്ഞ ഹോട്ടൽ നോക്കി പോകാന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും തിരക്കുള്ള അന്തരീക്ഷമാണ് ഏറ്റവും ഇഷ്ടം. ഹോട്ടലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പം അമ്പലം, പള്ളി, ഉത്സവങ്ങൾ എവിടെ കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര തിരക്കുള്ള അന്തരീക്ഷം ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ അതാണൊരു എന്താ പറയാ ഒരു രസം, എല്ലാം കണ്ടും കേട്ടും ഒക്കെ നോക്കിയിരിക്കാലോ. അങ്ങനെ ഞാൻ ഇന്ന് വായി നോക്കിയൊരു ഫുഡ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ ഡക്ക് മപ്പാസും അതുപോലെ തന്നെ പാലപ്പവും. അശ്വം കൊച്ച് ആസ് യൂഷ്വല് എല്ലാ ബുക്കും പഠിച്ചു കഴിഞ്ഞപ്പോൾ നൂൽ പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കനും മേടിച്ചു. അത് തന്നെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ബ്ലാക്ക് ടീ ഞങ്ങൾ ആദ്യം കുടിച്ചതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും ഷെയ്ക്കോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് ഓർത്തു. അപ്പൊ ഷെയ്ക്ക് തന്നെ ആവട്ടെ എന്ന് ഓർത്തു. അപ്പം ഇനിയിപ്പം അതും കൂടി ഓർഡർ കൊടുത്ത് ഒത്തിരി ടൈം എടുത്താൽ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചേട്ടോ. തിരക്കൊന്നും ഇല്ല, നമ്മളെല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് ഡിന്നറിനല്ലേ പോയേക്കണേ. പിന്നെ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞപ്പം എന്റെ ജീവിതത്തിൽ 2 സംഭവങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, എനിക്ക് എന്താ പറയാ, എന്റെ മനസ്സിൽ വലിയ വേദനകളെല്ലാം കുറഞ്ഞു. എന്നെ അത്രമാത്രം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എന്നെ അത്രമാത്രം പേര് വിളിച്ചു, സംസാരിച്ചു, കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ നിന്ന് വലിയൊരു നൊമ്പരം അതിറങ്ങിപ്പോയി. രണ്ടാമത് സംഭവിച്ചത്, എനിക്ക് രാത്രി യാത്ര പേടിയില്ലാതെയായി. അതാണ് കേട്ടോ, അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു കേട്ടോ, ഭയങ്കര അത്ഭുതം. എനിക്ക് ഒരിക്കലും രാത്രി യാത്ര എനിക്ക് അത്ര ഫിയറായി, ഇപ്പൊ എനിക്ക് ആ പേടിയില്ല. അതുകൊണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഒത്തിരി സമയം എടുത്ത് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അപ്പൊ ഒത്തിരി പേര് വരുന്നു പോകുന്നു, ഭക്ഷണം കഴിച്ചു പോകുന്നു, അങ്ങനെയൊക്കെ ഏകദേശം ആളൊഴിഞ്ഞു റെസ്റ്റോറന്റ്, അതേപോലെ പറയാം. അത്രയും തിരക്കൊക്കെ കുറഞ്ഞ് നമ്മൾ ഒത്തിരി സംസാരിച്ച് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനി നമുക്ക് ഷെയ്ക്കും കൂടി കഴിച്ചിട്ട് വേണം പോകാൻ. ഓൾറെഡി നമ്മൾ ഓപ്പോസിറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ ക്ലിപ്പുകൾ ഞാൻ ഇതിന്റെ എൻഡിൽ ചേർക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ പോകാന്നുള്ളേ ഉള്ളൂ. പെറ്റ്സിനൊക്കെ ഫുഡ് കൊടുത്ത് വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് മൈൻഡ് റിലാക്സ്ഡ് ആണ്. ഇനി പോയി ഒന്ന് കുളിച്ച് കിടന്നുറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒത്തിരി സംസാരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാനൊക്കെ വരുന്നത് കേട്ടോ. സിനിമയാണെങ്കിൽ കുറേ നാളായിട്ട് പുതിയതൊന്നും ഇല്ലല്ലോ. അപ്പം വാഴ 2 ഇറങ്ങിയത് നമുക്ക് ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, തിരക്ക് കാരണം. അപ്പൊ ഇനിയിപ്പോ അതുമല്ല, അശ്വം കൊച്ചിപ്പോ ജോലിക്ക് പോകുന്നതുകൊണ്ട് സൺഡേ മാത്രമേ അവധിയുള്ളൂ, അത് കണക്കാ. അപ്പൊ സൺഡേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ടാവും, അങ്ങനെ അങ്ങനെ അത് നീണ്ടുപോവാണ്. അതുകൊണ്ട് നമ്മളിപ്പോ കുറേ നാളായി ഫുഡ് കഴിക്കാനും അതുപോലെ സിനിമയ്ക്കും ഒക്കെ വന്നിട്ട് അങ്ങനെ. അപ്പം ഫുഡൊക്കെ കഴിച്ചു, ഇനിയിപ്പോ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പതുക്കെ തിരിച്ചു പോകാം. ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ ഇരിക്കുവാണ്. ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചുറ്റുമൊക്കെ കണ്ട് കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ. ഭയങ്കര ശാന്തത തോന്നുന്ന കളർ അല്ലേ. അപ്പൊ ആ റെസ്റ്റോറന്റിന്റെ GM വന്ന് നമ്മളെ പരിചയപ്പെട്ടു കേട്ടോ. വയനാട് തന്നെയാണോ? വയനാട് തന്നെയാണോ? ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതുകൊണ്ട് ഒത്തിരി നേരം പുള്ളിക്കാരൻ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചിട്ട്. അല്ല, പുള്ളിക്കാരൻ എന്റെ പേര് ചോദിച്ചു ഈ കൂടെയുള്ളത് ഹസ്ബൻഡ് ആണോന്ന്. അത് കഴിഞ്ഞിട്ട് സണ്ണാന്ന് പറയുമ്പോ പുള്ളി നന്നായിട്ട് ചമ്മിട്ടോ കുറെ സോറി പറഞ്ഞു. ഇല്ല ഇല്ല, ഞങ്ങളിത് കുറെ കേട്ടിട്ടുള്ള. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു എന്നോട് സോറി ഒന്നും പറയണ്ട, എനിക്കിതൊരു കോംപ്ലിമെന്റാ, അശ്വന്റെ ചിലപ്പോ ഹൃദയം തകരും അത് കേട്ടാ, അത്രേ ഉള്ളൂ, കുഴപ്പമില്ലാന്ന്. ഞങ്ങളിത് കുറെ കേട്ടിട്ടുള്ളതാണ്. ആക്ച്വലി ഞങ്ങൾ ഇത് കുറെ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി നേരം പുള്ളിക്കാരൻ സംസാരിച്ചിട്ട് പിന്നെ പോയി. ഒത്തിരി വിശേഷങ്ങൾ ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നവർ പറയൂ കേട്ടോ. ബിസിനസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഹോട്ടലിനെ കുറിച്ചും ഒക്കെ കുറെ നേരം സംസാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെ മറക്കത്തില്ല കേട്ടോ ഇവര്. നമുക്ക് അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. നമ്മളെവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അവിടെയുള്ളവർ നമ്മളെ ഒന്ന് പരിചയപ്പെടും. പിന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് നമ്മളെ ഓർമ്മ
ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് പക്ഷെ നമുക്ക് ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ മറ്റുള്ളവരെ പരിചയപ്പെടുന്നതും നമ്മളെ അവരെ ഓർത്ത് വെക്കുന്നതും ഒക്കെ ഒരു രസമല്ലേ അല്ലെ, ഒരു സന്തോഷമല്ലേ അല്ലെ. അപ്പൊ നമുക്ക് പരിചയമുള്ള 1-2 അല്ലാതെ വേറെ സമയത്ത് ഹോട്ടലിൽ നിന്നിട്ടുള്ളവരും വന്ന് നമ്മളെ ഇതുപോലെ തന്നെ പരിചയപ്പെട്ടു കേട്ടോ, പരിചയം പുതുക്കി കേട്ടോ. ഇതിനു മുമ്പേ നമ്മളിങ്ങനെ റെസ്റ്റോറന്റിലൊക്കെ ചെല്ലുമ്പോൾ കണ്ട് പരിചയമുള്ളവര്. അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ കോംപ്ലിമെന്റിന്റെ ആ ഒരു എന്താ 100 എന്താ ബൾബ് കത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അശ്വൻ കൊച്ചി എന്നോട് പറയണേ, എന്നെ കാണുമ്പോ എല്ലാരും ഇങ്ങനെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കുള്ളൂ, കുറെ അമ്മായിമാരും ഉണ്ട് എന്നെ ഇങ്ങനെ ചേട്ടാന്ന് വിളിക്കുന്നത്, അതാ സങ്കടം ഒന്ന്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഞാൻ അശ്വനോട് പറഞ്ഞു, എടാ നിന്നെ കണ്ടിട്ട് ഏജ് കൂടുതൽ തോന്നുന്നതുകൊണ്ടല്ലടാ പ്രശ്നം, എന്നെ കണ്ടിട്ട് ഏജ് കുറവ് തോന്നുന്നതാടാ പ്രശ്നം എന്ന്. അപ്പൊ അതെന്റെ ഇതാശ്യം സംഭവിച്ചു തരത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ കുറെ തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് പോകുന്നു. ഇനിയിപ്പം ഓൾറെഡി നമ്മളിതാ ഇവിടെ ഈ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ജസ്റ്റ് ഓപ്പോസിറ്റ് ഹാപ്പി ഡേയ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ബത്തേരിക്കാണ് ഷോപ്പിംഗ് എല്ലാം, കാരണം സിനിമയൊക്കെയും ബത്തേരി. അപ്പൊ നമുക്ക് കൂടുതൽ സൗകര്യമായിട്ട് ഇപ്പം കൽപ്പറ്റ വിട്ടോ നമ്മളധികം അത്ര അത്യാവശ്യം ഉണ്ടല്ലേ പോകുള്ളൂ. അപ്പൊ ഇതാ ഈ ഒരു വാൾനട്ട് എന്തായാലും കഴിക്കണം കേട്ടോ കൂട്ടുകാരെ, ഞാൻ എല്ലാ പ്രാവശ്യവും മേടിക്കും കേട്ടോ. ഓവർ കഴിക്കരുത്, 2 എണ്ണം വെച്ച് നമ്മുടെ ഹാർട്ടിന് അത്രയും നല്ലതാണ്. പക്ഷെ ചിലവർക്ക് കഴിക്കുമ്പോൾ ശ്വാസം മുട്ടുണ്ടാവും, അത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാം. ഞാൻ ഇവിടുന്ന് മത്തക്കുരും കുറെ കുരുക്കള് അങ്ങനത്തെ എല്ലാം മേടിക്കട്ടോ എല്ലാ പ്രാവശ്യം. നമുക്ക് കുറച്ച് എന്തായാലും കഴിക്കണം, വൈറ്റമിൻ B12-നും B6-നൊക്കെ. അപ്പൊ ഞാൻ അവനോട് പറയുകയാണ്, ജീവൻ തുടിക്കുന്ന കുറച്ച് പിക്ചർ എടുത്ത് തന്നേടാന്ന് പറഞ്ഞ്. അപ്പൊ അവനോട് പറഞ്ഞു, അമ്മയ്ക്ക് ജീവൻ തുടിക്കുന്ന പിക്ചർ വേണമെങ്കിൽ അമ്മേന്റെ മുടി സെറ്റ് ചെയ്യണം ആദ്യം. അവൻ അങ്ങനെയാണ് സൈലന്റ് ആയിട്ട് നമ്മളെ വേദനിപ്പിക്കാതെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തണം എന്നുള്ളത് പതുക്കെ അവൻ പറഞ്ഞു തരും കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരത്തില്ല. നമ്മളെന്തെങ്കിലും ചോദിച്ച് കുത്തി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എടാ എന്നെ എങ്ങനെയുണ്ടടാ, കൊള്ളാവോടാ ഇന്നത്തെ ഡ്രസ്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ വലിയ എന്താ ഹർട്ട് ചെയ്യാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയും കേട്ടോ. അപ്പൊ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, എനിക്ക് കൊക്കില് ജീവനുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ എന്റെ മുടി മുറിച്ചിരിക്കും, മുടി സെറ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ എന്റെ പ്രാന്തം മുടി കുറെ നാളായിട്ട് എനിക്ക് പണി തരുന്ന കേട്ടോ. എന്ത് ചെയ്താലും ഒതുമൂലാത്ത ഒരു എന്താ പൂപ്പര മുടി എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷ പറയില്ല, അതാണ് കേട്ടോ. നല്ല മുടി ഉണ്ടായിരുന്നു, ഞാൻ 2-3 വട്ടം സ്ട്രൈറ്റൻ ചെയ്ത് ഈ കോലത്തിലായി ഇപ്പം ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ കേട്ടോ. ശരിക്കും വെപ്പുമുടിയാണോ എന്ന് നിങ്ങൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് ഞാനിപ്പോ. ഇത് ഒറിജിനൽ മുടിയാണ്, പക്ഷെ ഞാനിത് എന്തേലും ചെയ്യും, അത് ഞാൻ ഉറപ്പിച്ചു കേട്ടോ. ഓക്കെ, അടുത്ത ആഴ്ച ഞാൻ 2 കൽപ്പിച്ച് ഞാൻ ഓൾറെഡി ഇന്ന് വൈകുന്നേരം ചെല്ലുമ്പോൾ തന്നെ ഞാൻ അമൃതയോട് പറഞ്ഞിട്ട് നമുക്ക് പോണം, അത് ഞാൻ ഉറപ്പിച്ചു. ഈ കൊച്ചിങ്ങനെ നോക്കുന്നത് നിങ്ങൾ ഓർക്കും എക്സ്പയറി ഡേറ്റ് നല്ലതല്ല. ഈ പിശുക്ക് കൊച്ചു നോക്കുന്ന എന്താണോ, അതിലെ കണ്ടന്റ് ഇതിലെ കണ്ടന്റും, ഇതിൽ എന്നിട്ട് ഏതിനാ വില കുറവെന്ന്. അശ്വൻ എന്ന് പറയുന്ന ഭൂലോക പിശുക്കനാണ് കേട്ടോ. ഇപ്പം അവന്റെ അമ്മയുടെ കയ്യിലെ പേയ്മെന്റ് അല്ല ഈ കൊടുക്കുന്നത്, അവനാണ് ഇത് പേ ചെയ്യുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നോ, 2 തക്കാളി 1.5 ഉള്ളി 1 സ്പൂൺ തക്കാളി സോസ് അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവൻ മേടിക്കുന്നത് കേട്ടോ. അത്ര പിശുക്ക് കൊച്ചാ നമ്മുടെ അശ്വൻ കൊച്ചു കേട്ടോ. അങ്ങനെ എനിവേ അവിടെ നിന്നൊക്കെ പേ ഒക്കെ ചെയ്ത് ഇനി നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വേറെ ഷോപ്പിംഗ് ഒന്നുമില്ല, നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. ആ കൂടെ ഞാൻ കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു എന്നേ ഉള്ളൂ. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ആകെ ആപ്പിളും പിന്നെ നമ്മുടെ പേരയ്ക്ക മാത്രമായിട്ടോ. ഫാറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ കൂടണ്ട, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞി റിസോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടോ. ഇങ്ങനത്തെ എന്ത് രസമല്ലേ കൂട്ടുകാരെ, ഇങ്ങനെ ഈ പച്ചപ്പും എന്ത് രസമല്ലേ. അങ്ങനെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ എന്റെ ഡ്രീമാണ്, ഇങ്ങനത്തെ ഈ ഒരു ഫെയറി ടൈൽ അങ്ങനത്തെ ഒരു വീട്. എന്നിട്ട് നിറയെ പെറ്റ്സ്, ഭയങ്കര ശാന്തമായിട്ടൊരു അന്തരീക്ഷം, നിറയെ പച്ചപ്പും പൂക്കളും ചെടികളും. അത് തന്നെ എന്തൊരു രസമല്ലേ, നല്ല രസമില്ലേ, നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഈ ചെടികളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന എന്ത് രസമല്ലേ. ഇതെല്ലാം നമ്മുടെ കാസ്ക്ലോയും അതുപോലെ റെങ്കൂൺ ക്രീപ്പറും പിന്നെ ആ മണിമുല്ലയും കൂടി കയറി കിടക്കുന്നതാണ് കേട്ടോ. നമ്മൾ നല്ല നല്ല ക്രീപ്പർ പ്ലാന്റുകളെ സെയിൽ ചെയ്യുന്നത്, അതെല്ലാം കയറി കിടക്കുന്നതാണ്. പിന്നെ ഏറ്റവും രസം എന്താ, നമ്മുടെ ഫെറി ടൈൽ സ്വർഗത്തിൽ, ഇത് ശരിക്കും ഒരു സ്വർഗം തന്നെയാണ് കേട്ടോ കൂട്ടുകാരെ. ഈ സ്വർഗത്തിലെ ഒരു കുഞ്ഞു മാലാക എന്ന് നമ്മൾ പുറത്തു പോയാലും ഇങ്ങനെ അക്ഷമയോടെ നോക്കിയിരിക്കും നമ്മളേട്ടോ. നമ്മളിങ്ങനെ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആളുള്ള എന്ത് രസമാണെന്നറിയോ, ഭയങ്കര ഒരു ഗുഡ് ഫീലാണ് അത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പച്ചക്കുഞ്ഞിനെ ഞാൻ ഓൾറെഡി ഉറക്കിയിട്ടാ പോയത്, അത് ഇനി നാളെ നേരം വിളിക്കുമ്പോൾ എണീക്കുള്ളൂ. ഇത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഐറേൻ ഡിയോണെ ഇത് ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മുടെ വീട്ടിലെ അശ്വിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ മിലോ. എന്തൊരു സ്നേഹം രണ്ടും കൂടി എന്നറിയോ. പിന്നെ ഞാൻ പോയിട്ട് വരാം. കാട്ടടി പോയി വലിയ പാടാനി പിടിക്കാൻ. പിടിച്ചോ പിടിച്ചോ. അതിന്റെ ട്രീറ്റ് ഞാൻ സ്ഥിരം ഫ്രിഡ്ജിലെ വെക്കുന്ന കറക്റ്റ് അതിന് അറിയാട്ടോ. അത് തുറക്കാൻ വേണ്ടി വന്ന് നിൽച്ചാണ് തുറക്കണ്ടേ. ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച ചേർന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും
ഇരുണ്ട ദുഃഖ വെള്ളിയാഴ്ച കേട്ടോ. അന്ന് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ എന്റെ എക്സ് അമ്മായിയമ്മ അശ്വിന്റെ അച്ഛമ്മ ദാ എല്ലാ വർഷത്തെ പോലെ ഈ പ്രാവശ്യവും അതുപോലെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പെസക വ്യാഴാഴ്ച മുതൽ എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കിയതും പാലും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ദുഃഖ വെള്ളിയാഴ്ച ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല, ആ രീതിയായിരുന്നു. പിന്നെ നമ്മൾ ഈസ്റ്ററിന് ഞാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. മുഴുവൻ കരച്ചിലും സങ്കടവും വിഷമവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഈ റീബർത്തിന് മുമ്പുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പൊ അന്ന് എനിക്ക് അവര് ഫുഡ് കൊടുത്തു വിട്ടു കേട്ടോ. നല്ല പിടിയും കോഴിക്കറി, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആശുകൊച്ചിന് താഴേക്ക് വിളിക്കും, അവരവിടെ പോയിട്ട് അവരെ ഒന്നിച്ചാ കഴിക്കുന്നത്. എനിക്ക് കൊടുത്തു വിടും എന്ത് സ്പെഷ്യൽ ഉണ്ടെങ്കിലും, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അപ്പം ദാ ഞാനും എന്റെ കുഞ്ഞി മിലോ കുഞ്ഞും അതുപോലെ നമ്മുടെ ടുട്ടു പശു കുഞ്ഞും എല്ലാം കൂടി ഞങ്ങൾ 3 പേരും കൂടി അങ്ങനെ ഈ ഒരു ഫുഡ് കഴിച്ചു കേട്ടോ. ഈ മിലോയ്ക്കാണെങ്കിലും അതെ, നമ്മുടെ കാറ്റും കുഞ്ഞിനാണെങ്കിലും അതെ, ഞാൻ എന്ത് കഴിച്ചാലും വേണം. ഇഡ്ഡലി, ചോറ്, സാമ്പാർ, ബ്രെഡ് എന്തും ആയിക്കോട്ടെ എല്ലാം ഇതുങ്ങൾക്ക് വേണം. അങ്ങനെ ഉപ്പുള്ളത് കൊടുക്കാവോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പക്ഷെ ഉപ്പൊക്കെ പേടിച്ചാണെങ്കിലും കുറച്ച് കൊടുക്കും, അല്ലെങ്കിൽ ടുട്ടു സമ്മതിക്കത്തേ ഇല്ല. അങ്ങനെയാണ്. ഇതിന് പിന്നെ ഞാൻ ഇച്ചിരി ശ്രദ്ധിക്കും കേട്ടോ. അതിന് കൊടുക്കാൻ പറ്റാത്ത മസാല അങ്ങനത്തെ ഒന്നും കൊടുക്കത്തില്ല, അല്ലാത്തൊക്കെ കൊടുക്കും കേട്ടോ. ബ്രെഡൊക്കെ കഴിക്കും നമ്മുടെ കാറ്റും കുഞ്ഞു, നന്നായിട്ട് ബ്രെഡ് കഴിക്കും, ചപ്പാത്തി കഴിക്കും, എല്ലാം കഴിക്കും. ഒന്നും പറയണ്ട, മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ രണ്ടും. ഇത് കണ്ടോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ചക്കയപ്പം ഉണ്ടാക്കിയേ, അത് നോക്കി അത് വേവാനൊന്നും സമയമില്ല. അമ്മ ഇങ്ങോട്ട് താ, എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞതാ. ഇത് പുഴുങ്ങുന്നതിന് മുമ്പ് തന്നെ ദാ ചക്കയപ്പം ഇരുന്ന് നമ്മുടെ ടുട്ടു പശു കുഞ്ഞ് കഴിക്കുവാണ് കേട്ടോ. പച്ചയ്ക്ക് തന്നെ എല്ലാം വേണമെന്ന് വെച്ചാൽ എല്ലാം വേണം. ഭയങ്കര സാധനം കേട്ടോ. ഇത് സിംഗിൾ ഓണറാ കേട്ടോ. വേറെ എല്ലാവരെയും കൊത്തും, ഈവൻ അച്ഛന് വരെ നമ്മുടെ ടുട്ടു പശു കുഞ്ഞ് ഓടിച്ചിട്ട് കൊത്തും. ഇവിടെ ആർക്കും വരാൻ പറ്റത്തില്ല. അമൃതയും കൊച്ചുമൊക്കെ വരുമ്പോ എപ്പോഴും ഓടിച്ചിട്ട് കൊത്തും. ആര് വന്നാലും എന്റെ അമ്മയും അപ്പച്ചനും വന്നപ്പോ അവർക്കിട്ടും കൊത്തു കിട്ടി. ഭയങ്കര വേദന ഇത് കൊത്തിയ. എന്നെ ഒഴിച്ച് വേറെ ഒരു മനുഷ്യനും ഇവിടെ വേണ്ട എന്നാണ് ടുട്ടു പശു കുഞ്ഞ് പറയുന്നത്. അങ്ങനെയാണ്. ഐറമോളാണെങ്കിൽ പറയണേ അശ്വിനും അമ്മയും മാത്രം മതി, ഇവരെയൊക്കെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവിടെ ഒരു എന്താ പറയാ, സ്വർഗമാണെങ്കിൽ ഇതൊരു സംഘർഷ ഭൂമിയും കൂടിയാണ് കേട്ടോ. അപ്പൊ ശരി കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പ്രൊഡക്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് വിട്ടോളൂ കേട്ടോ. കാറ്റലോഗ് കയറി നോക്കിയോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി എന്റെ സങ്കടങ്ങളിൽ എന്റെ ഹൃദയം പൊട്ടി ഞാൻ നിന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ഒരു പുനർജന്മത്തിലേക്ക് പെട്ടെന്ന് ഞാനൊരു സിവിയർ ഡിപ്രഷനിലേക്കും ട്രോമയിലേക്കും പോയി ഞാൻ എന്റെ ഡെത്തിലേക്ക് എത്തിപ്പോവാതെ ഇരിക്കാൻ പാകത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചത് എല്ലാവർക്കും എനിക്ക് ഒത്തിരി നന്ദി. ചക്കര ഉമ്മ